ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ? പുറത്തു നിന്നുള്ള ശബ്ദമാണ് അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഹാളിൽ നിന്നിട്ടും ഡെവിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. ശ്രീ മിണ്ടാതെ പോയതിൽ ഡെവിക്ക് എന്തോ തന്റെ ശ്രീകൊച്ചിനോട് അധികം മിണ്ടാതിരിക്കാൻ കഴിയില്ലായിരുന്നു. പോരാത്തതിന് ഒരു സഹോദരന്റെ ആവലാതിയും ഉണ്ടായിരുന്നു അവന്റെ ഉള്ളിൽ. അങ്ങനെ വന്നതാണ് ഡെവി. ഡെവി മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കൂടെ കിളിപോയ ഒരാളും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ പൊന്നുകൊച്ചും. മുന്നിൽ കാണുന്ന ഫ്രഞ്ച് വിപ്ലവം അവൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതിപ്പോ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ട ഫീൽ. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതും അവൾ ഡെവിയെ തറപ്പിച്ചെന്ന് നോക്കി. പൂർത്തിയായി. ഡെവി അധികം അങ്ങോട്ട് നോക്കാൻ പോയില്ല. ഇപ്പൊ അരച്ചു കൊടുത്ത നാരങ്ങ വെള്ളം പോലെ ഒറ്റയടിക്ക് കുടിക്കും പെണ്ണ്. ജീവനിൽ ചെറുതായ ഒരു ഭയമൊക്കെ ഉണ്ട് നമ്മുടെ ഡെവി കൊച്ചിന്. ഡെവി പതിയെ ശ്രീയുടെ അടുത്തേക്ക് ചെന്നു. മോളെ. അവളുടെ കവളി കൈവെക്കാൻ തുടങ്ങിയതും അവൾ അവനിൽ നിന്ന് നകന്നു മാറി എമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു. എനിക്ക് എന്റെ നാത്തൂന് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അത് കേൾക്കെ എനിക്ക് സന്തോഷമായെങ്കിലും എന്തോ ഡെവിയോടുള്ള ശ്രീയുടെ പെരുമാറ്റം അവളെ സങ്കടത്തിലാക്കി. എമ്മയും ഡെവിയും ഒരുപോലെ വിഷമത്താൽ ജയെ നോക്കിയതും ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ജയ് കണ്ണു ചിമ്മി കാണിച്ചു. ഡെവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ നിമിഷം. ഇച്ചായ. എമ്മി വിളിക്കവേ ശ്രീയുടെ ശ്രദ്ധ ഡെവിയിലേക്ക് പോയി. കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന ചാച്ചൻ. അത് കാണവേ അവൾ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചോരം ചേർന്നിരുന്നു. അവൾ അങ്ങനെയാണ്. അവനോട് അധികം പിണങ്ങി നിൽക്കാനൊന്നും അവൾക്ക് കഴിയുമായിരുന്നില്ല. സോറി മോളെ. ഡെവി സ്വയം ചെവി പിടിച്ച് സോറി പറയുമ്പോൾ അവൾ ആ കൈകളെ തടഞ്ഞിരുന്നു. എനിക്ക് ചാച്ചനോട് ദേഷ്യമൊന്നുമില്ല, മറിച്ച് പരിഭവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സർപ്രൈസ് തരാൻ നിന്ന ചാച്ചൻ തന്നെ കരഞ്ഞല്ലോ. അവൾ കളിയാക്കി. ഓ കൊച്ചെ പറഞ്ഞുകൊണ്ട് അവൻ ആ നിമിഷം അവളുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകിയിരുന്നു. എമ്മയും ഭദ്രയും പെട്ടെന്ന് തന്നെ അടുത്തിരുന്നു. നാളെ ആദിക്കൊച്ചും ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയ് എന്തോ ഓർത്ത പോലെ പറഞ്ഞു. അവൾ ഇനി കുറച്ചുനാൾ ഇവിടെ കാണും. അവളുടെ കോഴ്സ് കഴിഞ്ഞതിന്റെ ഭാഗമായി നമ്മുടെ കമ്പനിയിൽ എക്സ്പീരിയൻസിനായി കയറാൻ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരൂ ആ പെണ്ണ്. പക്ഷെ അവൾക്ക് ഒരേ നിർബന്ധം, ഏട്ടത്തിയുടെ കൂടെ കോളേജിൽ ഡിഗ്രി ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങൾ തടഞ്ഞില്ല. അവൾ ഭദ്രയ്ക്കും ഒരു കൂട്ടൊക്കെ ആകുമല്ലോ. ഇനി മുതൽ നിന്റെ കൂടെ അവളും കാണും. ജയ് ഭദ്രയെ നോക്കി പറയുമ്പോൾ അവൾക്കും അത് ആവേശമായി. എങ്കിൽ ഞാനും കൂടെ. ഇതിപ്പോ എവിടെ നിന്നാ ഒരു അശരീരി? മുന്നിൽ ഇളിച്ചോണ്ട് നിൽക്കുകയാണ് പൊന്നു. അതൊന്നും ശരിയാകില്ല. നീ ഇതൊക്കെ കഴിഞ്ഞല്ലേടി പുറത്തേക്ക് ജോലിക്ക് പോയത്. ഇനിയും ഒന്നേന്ന് പറഞ്ഞു തുടങ്ങാനോ? അതൊന്നും വേണ്ട, ഡെവി തറപ്പിച്ച് പറഞ്ഞു. ഇച്ചായ പ്ലീസ്. അവൾ കൊഞ്ചി. ഒരു ഇച്ചാനുമില്ല, ഒന്ന് പോടി. ചേട്ടനെങ്കിലും ഒന്ന് പറയിച്ചാനോട് പ്ലീസ്. അവളും കൂടെ പോകട്ടെ എന്ന് ജയ് തീരുമാനം പോലെ പറയവേ എന്താന്ന് വെച്ച കാണിക്ക് എന്ന് പറഞ്ഞു ചെക്കൻ. അത് കേൾക്കേണ്ട താമസം പെണ്ണവന്റെ കവിളി കൊടുത്തു ഒരു ഉമ്മ. ഈ പ്രാവശ്യം കിളി പോയത് ഭദ്രയുടേതായിരുന്നു. മുന്നിൽ കണ്ണും തള്ളി നിൽക്കുകയാണ് ഭദ്ര. ജയിൽ പുഞ്ചിരി നിറഞ്ഞു. പൊന്നുകൊച്ചെ. ജയ് വിളിക്കവേ ഒരു കയ്യബദ്ധം. നാറ്റിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഡെവിയെ ഒന്ന് പാളി നോക്കി. ഇതിപ്പോ ആരെവിടെ പടക്കം പൊട്ടിച്ചത് എന്ന എക്സ്പ്രഷനും ഇട്ട് നിൽക്കുകയാണ് ചെക്കൻ. കിട്ടിയതിന്റെ ഹാങ് ഓവർ മാറാൻ സമയമെടുക്കുമെന്നാ തോന്നുന്നേ. ഇച്ചാന്റെ കിളി പോയോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് താഴെ കോടിയിരുന്നു. ഇങ്ങനൊരു പെണ്ണ് നീ അനുഭവിച്ചോ പറഞ്ഞുകൊണ്ട് ജയ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കൂടെ ഭദ്രയും. ഇതിപ്പോ ഞാൻ മാത്രം ഇവിടെ നിന്നിട്ട് എന്തെടുക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് അവന് താഴേക്ക് പോയിരുന്നു. താഴെ എല്ലാവരും അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. നിറഞ്ഞ ചിരിയോടെ ഇറങ്ങി വരുന്ന സ്ത്രീയെ കണ്ടപ്പോഴാണ് പപ്പയ്ക്കും അമ്മയ്ക്കും ശ്വാസം നേരെ വീണത് തന്നെ. ശ്രീ അവരുടെ അടുത്തായി പോയിരുന്നു. പൊന്നുവിന് ഇഷ്ടമായതും ആശ്രമത്തിലെ വിശേഷങ്ങളുമെല്ലാം പറയുന്ന തിരക്കിലായിരുന്നു അവൾ. പപ്പയും അമ്മയും കേൾവിക്കാരായിരിക്കുമ്പോൾ ഇനി നമ്മുടെ കുറവ് കൂടി വേണ്ട എന്നർത്ഥത്തിൽ പൊന്നും ഡെവിയും അവളുടെ നേരെ കാണുന്ന സോഫയിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. ആ നേരം അത്രയും അവന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു തറഞ്ഞു നിന്നിരുന്നത്, അവന്റെ മാത്രം കുഞ്ഞിപ്പെണ്ണിൽ. എന്നാൽ മറ്റൊരിടത്ത് ബോസ് കോളിംഗ്. ജിത്തിന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വന്നിട്ട് 6 മാസം കഴിഞ്ഞു. ഇതുവരെ ഡേവിഡിന്റെ പുറകെ പോകുകയല്ലാതെ വേറൊന്നും നടന്നിരുന്നില്ല. ഇതുവരെ സ്ത്രീയെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ആഞ്ജനെ വിളിച്ച ശേഷം പിന്നീടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മാസങ്ങളിൽ ഡേവിഡിന്റെ പുറകെ നടന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചിന്തകളിൽ ഇരിക്കവേ കയ്യിലിരുന്ന ഫോൺ പിന്നെ റിംഗ് ചെയ്തിരുന്നു. ഡാ ജിത്തു, നീ ആ ഫോൺ എടുക്ക്. നീ എടുത്തില്ലെങ്കിൽ അയാൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാനും മടിക്കില്ല. നീ എന്താണെങ്കിലും ഫോൺ എടുക്ക്. അഗി തെല്ലൊരു ഭയത്തോടെ പറഞ്ഞു. അതെ, അഗി പറഞ്ഞതാ എനിക്കും പറയാനുള്ളത്. നീ എന്താണെങ്കിലും ഫോൺ എടുക്ക്. അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാലോ. അഗിക്ക് കൂട്ടായി ആരോമൽ കൂടി പറയുമ്പോൾ ജിത്ത് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയതും പിന്നെ ബോസിന്റെ നമ്പറിൽ നിന്ന് കോൾ വന്നിരുന്നു. ഫോൺ ചെവിയിലേക്ക് വെച്ചതും ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അയാളുടെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം കേട്ടതും ഒരു വേള ജിത്തൊന്ന് വിറച്ചു പോയി.
ഡാ ഫോൺ സ്പീക്കറിലിട്. അടുത്തുനിന്ന് രണ്ടുപേരും പതിയെ അവന് കേൾക്കാൻ പാകത്തിന് പറയവേ അവൻ അതുപോലെ ചെയ്തു. ശ്രീജിത്ത്, എന്താ നിനക്കൊന്നും പറയാനില്ലേ? സാർ, അത് പിന്നെ ഡേവിഡിന്റെ പുറകെ ആയതിനാൽ ഞങ്ങൾക്ക് അവളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരു രക്ഷാകവചം പോലെ അവൻ അവളുടെ കൂടെ തന്നെ ഉണ്ട്. എവിടെ പോയാലും അവനും കാണും. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ശ്രീജിത്ത്. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ കിട്ടിയിരിക്കണം. ഒരാഴ്ച കൂടി സമയം ഞാൻ തരും. അതിനുള്ളിൽ നിനക്കൊക്കെ അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെയൊക്കെ മരണം അതെന്റെ കൈ കൊണ്ടായിരിക്കും. നിനക്കൊക്കെ എന്നെ അറിയാലോ. നിന്നെയൊക്കെ സംരക്ഷിക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? അയാളിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം ബോസ്, ജിത്ത് എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. ചെയ്താൽ നിനക്കൊക്കെ കൊള്ളാം ഭദ്ര. അതെനിക്കൊരു ലഹരിയാണ്, ഒരിക്കലും മടുക്കാത്ത ലഹരി. അയാൾ വല്ലാത്തൊരു ഉന്മാദിയെ പോലെ പറയവേ ജിത്തും ഒരു നിമിഷം അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഓർക്കവേ അവന്റെ ചുണ്ട് ഒന്ന് നാവിനെ നനച്ചു പോയിരുന്നു. നിനക്കൊക്കെ എപ്പോഴേ എന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇനി ന്യായീകരിക്കാൻ നീയൊക്കെ നോക്കിയ ഒന്നിനെ വെറുതെ വിടില്ല ഞാൻ. നിന്റെ ഒന്നും സഹായമില്ലാതെ എനിക്ക് അവളെ നേടാൻ പറ്റും. സാർ, പക്ഷേ ഡേവിഡ്, അവനൊരു സംശയം വന്നാൽ ജിത്ത് ഒരു ആശങ്കയോട് ചോദിക്കവേ എനിക്ക് മനസ്സിലാകുന്നില്ല. ഡേവിഡിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? അയാൾ സംശയം നിഴലിച്ചു. ബോസ്, അവനല്ലേ ശ്രീഭദ്രയുടെ മറ്റവൻ. ഡേവിഡുടെയും പൊന്നുവിന്റെയും വിവാഹം അടുത്ത മാസത്തേക്ക് തന്നെ നടത്താൻ നിശ്ചയിച്ചിരുന്നു. ഒപ്പം തന്നെ ജയുടെ ഭദ്രയുടെയും വിവാഹം നടത്തുവാനും തീരുമാനിച്ചിരുന്നു. പൊന്നുവിന്റെയും ഡെവിയുടെ ആഗ്രഹത്തിന് മുന്നിൽ അവസാനം ജയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാകും നല്ലത്. ഡെവി അപ്പോൾ തന്നെ ജയുടെ വീട്ടുകാരെ വിളിച്ച് കാര്യം അറിയിച്ചിരുന്നു. അവർക്കും ആ തീരുമാനത്തോട് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. പിറ്റേന്ന് ഇന്നാണ് നമ്മുടെ ആദ്യ കൊച്ച് ജയുടെ വീട്ടിൽ പോകുന്ന ദിവസം. ഡെവിയാണ് അവളെ പിക്ക് ചെയ്യാനായി പോകുന്നത്. ജയ് ഇത്രയും നാൾ ഓഫീസിൽ പോകാത്തതിനാൽ ഇന്ന് ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചുകൊണ്ട് അവൻ ഓഫീസിൽ പോകാനായി റെഡിയാകുകയായിരുന്നു. അച്ചേട്ടാ, പിന്നില്ലേ, ഞാനൊന്ന് കോളേജിൽ പോകണോ? അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിക്കവേ എന്റെ കൊച്ചിന് ഇന്ന് പോകാൻ തോന്നുന്നില്ലെന്ന് എനിക്കറിയാം. ഇന്ന് പോകണ്ട, ആദ്യം വരുവല്ലേ. പക്ഷേ ദയ സെൻഡ് ചെയ്യുന്ന നോട്ടെല്ലാം ഇവിടെ ഇരുന്ന് പഠിച്ചോണം. വൈകിട്ട് ഞാൻ വരുമ്പോൾ പഠിച്ചത് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നല്ലത് തരും, പറഞ്ഞേക്കാം. ഉത്തരവ് ഭദ്ര ഉറപ്പോടെ പറഞ്ഞു. എങ്കിൽ ഞാൻ ഓഫീസിൽ പോകുവാടാ. 6 മാസം കഴിഞ്ഞില്ലേ, ചെയ്തു തീർക്കാൻ കുറച്ച് ജോലികൾ ബാക്കിയാണ്. തിരിഞ്ഞു നിന്ന് അവൻ അത് പറയുമ്പോൾ ആ കണ്ണുകൾ വന്യമായ ഒരു തിളക്കമുണ്ടായിരുന്നു. അഗ്നിക്ക് തന്റെ ജോലി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ 6 മാസത്തിൽ ഒരിക്കൽ പോലും. അവന്റെ ബിസിനസ്സിൽ അത് നേരിയ തോതിൽ ബാധിക്കാനും തുടങ്ങിയിരുന്നു. ഉള്ളിൽ എന്തോ ഒരു വേദന അവനെ ഓരോ നിമിഷവും കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. ഈ മാസത്തിൽ ഒരിക്കൽ പോലും ആ പെണ്ണ് വിളിച്ചില്ലല്ലോ. അഗ്നി ചിന്തയോടെ തന്റെ ചെയറിൽ ഇരിക്കുമ്പോഴാണ് വിനോദ് വന്നത്. സാർ, പറഞ്ഞോ വിനോദ്? വലിയ താല്പര്യമില്ലാതെ അവൻ പറഞ്ഞു. എന്തു പറ്റി സാർ? SS ഗ്രൂപ്പുമായി വെച്ച മീറ്റിംഗ് ക്യാൻസൽ ആക്കിയത് വിനോദ് ചോദിക്കുമ്പോൾ താല്പര്യമില്ല. നീ ഇത് ചോദിക്കാനാണെങ്കിൽ അതിനി വരണമെന്നില്ല. പക്ഷേ സാർ, വിനോദ് എന്താ പറയാൻ തുടങ്ങിയതും ഐ സേ ഗെറ്റ് ഔട്ട്. അതൊരലർച്ചയായിരുന്നു. അവന്റെ മനസ്സ് മുഴുവൻ ആ നിമിഷം ആ പെണ്ണായിരുന്നു. ആ നിമിഷം അവളോട് പറഞ്ഞു പോയ വാക്കുകൾ മാത്രമായിരുന്നു. ചെകുത്താന്റെ മനസ്സ് വെറുപ്പിൽ നിന്ന് പ്രണയത്തിലേക്ക്. അങ്ങനെ ആ മനസ്സ് സഞ്ചരിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആ മനസ്സ് തന്നെ അവനെ ചതിച്ചു. അവളെ ഇഷ്ടമാണെന്ന് മനസ്സ് ഓരോ നിമിഷവും അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആദി ജയുടെ നാട്ടിലേക്ക് വരാനുള്ള തിടുക്കത്തിലായിരുന്നു. 19 വർഷത്തെ മൂടിവെച്ച ആ തെളിവുകൾ ഹരിയുടെ കൈവശം ലഭിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ തെളിവുകൾ ഇന്ന് അവന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് അവൻ അറിയാമായിരുന്നു. കാരണം മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഒട്ടും മോശമല്ല. ഇനി മുന്നിൽ ഒരു വഴി മാത്രമുള്ളൂ. ജയ് തന്റെ ഓഫീസിൽ പുതിയ വർക്കുകളിൽ ഏർപ്പെടുമ്പോഴാണ് തന്റെ ഓഫീസ് സ്റ്റാഫായ നിരഞ്ജൻ അകത്തേക്ക് വരാനുള്ള പെർമിഷനായി വാതിക്കൽ നിൽക്കുന്നത്. സർ, മംഗലത്തെ ഗ്രൂപ്പ്സിൽ നിന്ന് ഹരി സാറിനെ കാണാനായി വന്നിട്ടുണ്ട്. ജയയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. വരാൻ പറയൂ. ഹരി അകത്തേക്ക് വരാനുള്ള പെർമിഷനായി വാതിക്കൽ നിൽക്കുമ്പോൾ മംഗലത്തെ ഗ്രൂപ്പ്സിന്റെ CEO ഹരി മാധവന് അയോധ്യ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അത് പറയുമ്പോൾ ജയിൽ പുച്ഛം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. മുറ്റത്ത് കാർ വന്നതും ശ്രീയും മേമിയും ഒരുപോലെ അവളെ കാത്തിരുന്ന പോലെ അവൾക്കായി മുറ്റത്തേക്ക് ഓടിയിറങ്ങിയിരുന്നു. അതെ, ചെകുത്താന്റെ പെണ്ണ്.